أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم نحمده ونصلي على رسوله الكريم أما بعد ബഹുമാന്യരും സ്നേഹസമ്പന്നരുമായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വബാഹുൽ ഖൈർ അഫ്കാറു സ്വബാഹ്, ശുഭദിനം പ്രഭാത ചിന്തകൾ എന്ന പരിശുദ്ധ ഖുർആൻ ഹദീസ് ഉത്ബോധന ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം. സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രഭാതത്തെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുമുള്ള സർവ്വ അനുഗ്രഹങ്ങളും സലാമത്തുകളും ഹിമായത്തുകളും ലഭിക്കുന്ന ഒരു നല്ല ദിവസമാക്കി അള്ളാഹു തീർക്കുമാറാകട്ടെ. എല്ലാവിധ അത്യാപത്തുകൾ, അപകടങ്ങൾ, ദുരന്തങ്ങൾ, രോഗങ്ങൾ, മുസീബത്തുകളിൽ നിന്ന് പടച്ച തമ്പുരാൻ നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കുവാൻ വേണ്ടി നാം ഓരോരുത്തരും പരിശ്രമിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും ഉണർത്തുന്നു, ഉത്ബോധിപ്പിക്കുന്നു. അള്ളാഹു അവൻ്റെ ഭാഗത്തു നിന്നുള്ള സർവ്വ അനുഗ്രഹങ്ങളും നാം ഇവരിലും സദാ വർഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സന്ദർഭോചിതമായി ചില കാര്യങ്ങൾ ഉണർത്തുവാൻ ഉദ്ദേശിക്കുകയാണ്. അൽഹംദുലില്ലാ, വിശുദ്ധമായ റമളാൻ നമ്മളുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ അനുഗ്രഹീതമായ മാസത്തെ, വരാനിരിക്കുന്ന ഈ ഷഹ്റു റമളാൻ, അനുഗ്രഹീതമായ പുണ്യങ്ങളുടെ പൂക്കാലമായ ഈ റമളാനെ സ്വാഗതം ചെയ്യുന്നതിനു വേണ്ടി ലോക മുസ്ലിം വിശ്വാസി സമൂഹം 2 മാസങ്ങൾ വളരെയധികം പ്രാർത്ഥനയോടുകൂടിയും പ്രതീക്ഷയോടുകൂടിയും കഴിഞ്ഞു വരികയാണ്. അനുഗ്രഹീതമായ റജബിൽ നാം ഓരോരുത്തരും പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ബാരിക് ലനാ, അല്ലാഹുമ്മ ബാരിക് ലി ഫി റജബിൻ വ ശഅബാൻ വബല്ലിഇനി റമളാൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അല്ലാഹുവേ, റജബിൽ നിൻ്റെ ഭാഗത്തു നിന്നുമുള്ള അനുഗ്രഹം നീ നമുക്ക് വർഷിപ്പിക്കണമേ. ഷഅബാനിലും നിൻ്റെ ഭാഗത്തു നിന്നുള്ള അനുഗ്രഹം നീ ഞങ്ങൾക്ക് വർഷിപ്പിക്കണമേ. വബല്ലിഇനി റമളാൻ, ഞങ്ങളെ റമളാനിൽ നീ എത്തിക്കുകയും ചെയ്യണമേ എന്ന് ഓരോ വിശ്വാസിയും ഒറ്റയ്ക്കും കൂട്ടായും ഒക്കെ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹീതമായ റമളാനിൽ ഞങ്ങൾ ഓരോരുത്തരെയും നാം ഓരോരുത്തരെയും അള്ളാഹു എത്തിപ്പിക്കുകയും ആ റമളാനിൽ നിർബന്ധമാക്കിയ ആ നോമ്പുകൾ അനുഷ്ഠിക്കുന്നതിനോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആനുമായി അടുക്കുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഓതുവാനും, അതിനോടൊപ്പം അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന സമ്പത്തിൻ്റെ ശതമാനം നോക്കി കൃത്യമായി അതിൻ്റെ 2.5% സക്കാത്ത് കൊടുക്കുന്നതിനും അതുപോലെ തന്നെ സദക്കകൾ നൽകുന്നതിനുമൊക്കെ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതിലൂടെ ഇരു ലോകത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല വിജയം ലഭിക്കുന്ന സ്വാലിഹീങ്ങളിൽ, മുത്തഖീങ്ങളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, ബഹുമാനികളെ, നമ്മുടെ ഈ വാട്സപ്പ് കൂട്ടായ്മയിലൂടെ അൽഹംദുലില്ലാ നമ്മൾ വളരെ ഒരു നല്ല തീരുമാനം എടുത്തിരിക്കുകയാണ്. വിശുദ്ധമായ റമളാൻ മാസത്തിലെ ഒരു നോമ്പുതുറ അൽഹംദുലില്ലാ നമ്മളുടെ ഈ സംഗമത്തിലെ എല്ലാ അംഗങ്ങളും പങ്കാളികളായിക്കൊണ്ട് നടത്തുവാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ ചെറിയ ചെറിയ സംരംഭങ്ങൾ അള്ളാഹു വിജയത്തിൽ എത്തിപ്പിക്കുമാറാകട്ടെ. അതുമായി ബന്ധപ്പെട്ട് നോമ്പുതുറയുടെ ചില മഹത്വങ്ങളെ സംബന്ധിച്ച് പറയുവാൻ സന്ദർഭോചിതമായി ഞാൻ ശ്രമിക്കുകയാണ്. അള്ളാഹുവിൻ്റെ പ്രീതിയും പ്രതിഫലവും ഉദ്ദേശിച്ചുകൊണ്ട് വിശ്വാസി സമൂഹത്തെ ഭക്തി നിർഭരമാക്കൽ ഇസ്ലാമിൻ്റെ ശ്രേഷ്ഠതകളിലുള്ള ഒരു കാര്യമാണ്. അതിൽപ്പെട്ടതും അതിനേക്കാൾ പ്രതിഫലം ലഭിക്കുന്നതുമായ ഒരു കാര്യമാണ് നാം നോമ്പ് അനുഷ്ഠിക്കുകയും അതിനോടൊപ്പം തന്നെ മറ്റുള്ളവരെ നോമ്പു തുറപ്പിക്കുക എന്നതും. അത് വളരെയധികം പുണ്യം ലഭിക്കുന്ന, അള്ളാഹുവിൻ്റെ മുമ്പിൽ വളരെയധികം പ്രതിഫലാർഹമായ ഒരു പ്രവർത്തനമാണ് എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
ഒരു പുണ്യമായ പവിത്രമായ ഒരു ഹദീസ് നമുക്കിങ്ങനെ കാണാൻ കഴിയും. അനവധി ഹദീസുകളുണ്ട്. നോമ്പ് തുറപ്പിക്കുന്നതിൻ്റെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഹദീസുകളുണ്ട്. അതിലൊരു ഹദീസ് നമുക്കിങ്ങനെ കാണാൻ കഴിയും. ബഹുമാന്യനായ സെയ്ദ് ബിൻ ഖാലിദിൽ ജുഹനി റളിയല്ലാഹു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഖാൽ, അദ്ദേഹം പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അമർ സോഇമൻ കാന ലഹു മിസ്ലു അജ്രിഹി വൈറ അന്നഹു ലാ യൻഖുസു മിൻ അജ്സു മിൻ അജ്രി സോയ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി മഹാനായ സ്വഹാബി ഖാലിദിനിൽ ജുഹൈനി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നോമ്പ് തുറപ്പിക്കുന്നവൻ ആ നോമ്പുകാരൻ്റെ അത്ര തന്നെ പുണ്യം കരസ്ഥമാക്കുന്നതാണ്. അയാളുടെ അഥവാ നോമ്പ് തുറന്നവൻ്റെ പ്രതിഫലത്തിൽ നിന്നും യാതൊന്നും കുറയാതെ തന്നെ നോമ്പ് തുറപ്പിക്കുന്നവന് പ്രതിഫലം ലഭിക്കുന്നതാണ്. നാം നോമ്പ് അനുഷ്ഠിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റൊരു നോമ്പുകാരൻ്റെ ആ നോമ്പ് തുറക്കാനുള്ള ഭക്ഷണ സാധനങ്ങൾ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നോമ്പ് തുറപ്പിക്കുമ്പോൾ ആ മനുഷ്യൻ അഥവാ നോമ്പ് തുറന്ന മനുഷ്യൻ പിടിച്ച അതേ നോമ്പിൻ്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നതാണ്. നോമ്പ് അനുഷ്ഠിച്ച ആ വ്യക്തിയുടെ പ്രതിഫലത്തിൽ യാതൊരു കുറവും വരുത്താതെ അല്ലാഹു തആല നോമ്പ് തുറപ്പിച്ച ആ മനുഷ്യന് പ്രതിഫലം നൽകുന്നതാണ്. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ പ്രതിഫലമാണ് സഹോദരങ്ങളെ. ഇത്തരം ഹദീസുകൾ കേട്ടപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലുണ്ടായിരുന്ന സ്വഹാബികൾ ഒരു സങ്കടം പ്രവാചകനോട് പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങളിൽ പലരും നോമ്പ് തുറപ്പിക്കുവാനുള്ള സാമ്പത്തിക ചുറ്റുപാടോ സാഹചര്യങ്ങളോ ഇല്ലാത്തവരാണ് നബിയെ. ഈ സാധുക്കളായ നമുക്ക് എങ്ങനെയാണ് നബിയെ മറ്റൊരാളെ നോമ്പ് തുറപ്പിച്ചുകൊണ്ട് അതിലൂടെയുള്ള പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുന്നത്? അത് നമുക്കതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ലല്ലോ എന്ന് സങ്കടത്തോടെ സ്വഹാബികൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സാധുക്കളായ സ്വഹാബികൾക്ക് പ്രതിഫലം ലഭിക്കുന്നതിൻ്റെ പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്ന വചനങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ദരിദ്രരാണെങ്കിലും സാധുക്കളാണ് എങ്കിലും നിങ്ങൾക്കും ആ പ്രതിഫലം കരസ്ഥമാക്കാൻ. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വഹാബികൾ ചോദിച്ചു, അതെങ്ങനെയാണ് റസൂലെ? അപ്പോഴാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, നിങ്ങളൊരു നോമ്പുകാരന് ഒരു കാരക്കയുടെ ഒരു ഈത്തപ്പഴത്തിൻ്റെ കീറെങ്കിലും നൽകണം, അല്ലെങ്കിൽ അവൻ്റെ നോമ്പ് മുറിക്കുന്ന സമയത്ത് ഒരിറക്ക് വെള്ളമെങ്കിലും നൽകിയാൽ കൃത്യമായി നിങ്ങൾക്ക് ആ നോമ്പിൻ്റെ പ്രതിഫലം, ആ മനുഷ്യൻ പിടിച്ച നോമ്പിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് പറയുകയാണ്. സഹോദരങ്ങളെ, ബഹുമാനികളെ, ഈ ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മൾ അതിസമ്പന്നനോ അല്ലെങ്കിൽ വലിയ സാമ്പത്തിക ഭദ്രതയോ ഒന്നും ഇല്ലാത്ത ആളാണെങ്കിലും നമ്മൾ ഒരു ചെറിയ ഈത്തപ്പഴം വാങ്ങാനുള്ള കാശെങ്കിലും കൊടുത്തുകൊണ്ട് അതിനകത്ത് പങ്കാളികളാകണം. അല്ലെങ്കിൽ ഒരിറക്ക് വെള്ളം, ഒരു നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ ഒരു ജ്യൂസോ കൊടുത്തുകൊണ്ടെങ്കിലും അതിനകത്ത് പങ്കാളികളാകാൻ അത്രയും ഒരു എമൗണ്ടെങ്കിലും, ഒരു നിസാരമായ ഒരു ചെറിയ പൈസയെങ്കിലും കൊടുത്തുകൊണ്ട് അതിനകത്തൊരു പങ്കാളി ആകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അത്രയും നോമ്പുകാരൻ പിടിച്ച അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്നാണ്. അതിനുള്ള സാധുക്കൾക്ക് പോലും ദരിദ്രാവസ്ഥയിൽ കഴിയുന്ന നിർധനരായ ആൾക്കാരാണെങ്കിൽ കൂടിയും അത്തരം കാര്യങ്ങളിൽ, ഇത്തരം കൂട്ടായ നോമ്പുതുറകളിൽ പങ്കാളികളായി അതിൽ നമ്മളാൽ കഴിയുന്ന ചെറിയ നാണയത്തുട്ടുകൾ കൊണ്ടെങ്കിലും അതിനകത്ത് സഹായിച്ചാൽ നമുക്ക് നോമ്പ് തുറപ്പിക്കുന്ന വിഭവസമൃദ്ധമായ ഭക്ഷണം നൽകിയ ആ മനുഷ്യൻ്റെ അത്രയും പ്രതിഫലം നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ബഹുമാന്യരായ നമ്മുടെ ഈ വെയിലൂർ മുസ്ലിം യുവജന വേദിയിലെ ഈ വാട്സപ്പ് കൂട്ടായ്മയിലെ എല്ലാ അംഗങ്ങളും ഇൻഷാ അള്ളാഹ് ചെറിയ നാണയത്തുട്ടുകളെങ്കിലും നൽകിക്കൊണ്ട് ഈ ഒരു നോമ്പ് തുറയെ ഒരു വൻ വിജയമാക്കി നല്ലൊരു ഇൻഷാ അള്ളാഹ് സാമ്പത്തിക ഫണ്ട് കണ്ടെത്തി അത് പൂർണ്ണമായും നമുക്ക് നോമ്പ് തുറയ്ക്ക് ഉള്ള ആ ഒരു ചിലവുകൾക്കൊക്കെ നമുക്കറിയാം, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഓരോ ഭക്ഷ്യവസ്തുക്കൾക്കുമുള്ള വിലകളും അതിൻ്റെ വിവരങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. പ്രത്യേകിച്ച് നമ്മുടെ ജമാഅത്തിലെ നോമ്പ് തുറ,
അതിനോടൊപ്പം മദ്രസയിൽ സ്ത്രീകൾക്ക് അവിടെ നടക്കുന്ന ഭക്ഷണ വിതരണം, അതുപോലെ നമ്മുടെ കേവനം നിസ്കാരപ്പള്ളിയിൽ നടക്കുന്ന നോമ്പ് തുറയ്ക്ക് ഒക്കെയായിട്ട് 3 സ്ഥലങ്ങളിലായി നാം നടത്തുന്ന ഈ നോമ്പ് തുറയിൽ വളരെ ഒരു സാമ്പത്തികം വേണ്ടതുണ്ട്, വളരെയധികം ഒരു സാമ്പത്തിക ആവശ്യമുണ്ട്. എല്ലാവരും അതിനകത്ത് സഹകരിച്ചുകൊണ്ട് ഒരു വലിയ ഫണ്ട് കണ്ടെത്തി ഇൻഷാ അല്ലാഹ് നോമ്പ് തുറന്ന് അതിനകത്ത് ബാക്കി എന്തെങ്കിലും ഫണ്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ റമദാൻ മാസത്തിൽ ആരൊക്കെയാണോ നമ്മുടെ സമീപിക്കുന്നത്, നമ്മുടെ ഈ വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്നും എന്തെങ്കിലും റമദാൻ മാസമാണല്ലോ, എന്തെങ്കിലും സഹായം, എന്തെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനവുമായി എന്തെങ്കിലും റമദാനിൽ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയും പ്രത്യാശയുമായി വരുന്നവർക്ക് നമുക്കൊരു ആശ്വാസം നൽകുവാൻ ഇതിൻ്റെ ഫണ്ടിൽ നിന്ന് ലഭിക്കുന്ന കാശ് ഇൻഷാ അല്ലാഹ് അവർക്കും കൂടെ നൽകിക്കൊണ്ട് നമുക്ക് ഇതിനൊരു വൻ വിജയമാക്കാം. പിന്നെ വലിയൊരു ഫണ്ട് ഇൻഷാ അല്ലാഹ് ഉണ്ട് എങ്കിൽ അതിൻ്റെ ബാക്കി ഉള്ള കാശ് ഇൻഷാ അല്ലാഹ് ജമാഅത്ത് ഫണ്ടിലേക്ക് പോകുന്ന രീതിയിലൊക്കെ നമുക്കത് പിന്നീട് അതിനെ ചർച്ച ചെയ്യാം. അത് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളും അനുമതിയോടുകൂടിയും ഇൻഷാ അല്ലാഹ് നമ്മളുടെ ഈ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് ചർച്ച ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളുടെ ഈ സംരംഭത്തിൽ ചെറുതും വലുതുമായ സ്വതക്കുകൾ നൽകിക്കൊണ്ട് ഇതിനൊരു വൻ വിജയമാക്കി തീർക്കുവാൻ വേണ്ടി ഓരോരുത്തരും പരിശ്രമിക്കണമേ എന്ന് വീണ്ടും ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ കൂട്ടായ്മയും ഈ സംരംഭങ്ങളും ഒരുപാട് കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുവാനും അതിലൂടെ മാതൃകാപരമായ ഒരു വാട്സപ്പ് കൂട്ടായ്മ, ഒരു സാഹോദര്യ ഐക്യവും സൗഹാർദ്ദവുമൊക്കെ നമുക്ക് വളർത്തിയെടുക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഇത്തരം ചെറിയ പ്രവർത്തനങ്ങൾ അല്ലാഹു ഏറ്റവും നല്ല പ്രവർത്തനങ്ങളായി സ്വീകരിച്ചുകൊണ്ട് ഏറ്റവും വലിയ പ്രതിഫലം അല്ലാഹു ഈ ലോകത്തും വരാനിരിക്കുന്ന മരണാനന്തര ജീവിതത്തിനും നമുക്ക് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സാമ്പത്തികവും ശാരീരികവും മാനസികവുമായ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും അല്ലാഹു മാറ്റി നമ്മുടെ ഉപജീവന മാർഗങ്ങൾ അല്ലാഹു വിശാലമാക്കി തരുമാറാകട്ടെ. എല്ലാവിധ കഷ്ടനഷ്ടങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നെല്ലാം അല്ലാഹു നാം ഏവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഹൃദയത്തിൻ്റെ ഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഊസിക്കും ബിദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.